നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാത്തിരുന്ന ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം മാർച്ച് 25-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 26-ന് പുലർച്ചെയാണ് ആ കളി. ആ കളിക്ക് നമ്മൾ കാത്തിരുന്ന രണ്ട് സൂപ്പർ താരങ്ങളില്ലല്ലോ. നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ ഭാഗത്തും ലിയോ മെസ്സി അർജൻറ്റീനയുടെ ഭാഗത്തുമില്ല. അർജൻറ്റീനയുടെ ഭാഗത്ത് മെസ്സി ഇല്ല എന്നുള്ളതൊരു ഷോക്കിംഗ് ന്യൂസായിരുന്നു ഇന്നലെ. അദ്ദേഹം മയാമിയിൽ നിന്ന് അവസാനത്തെ അറ്റ്ലാന്റ യുണൈറ്റഡുമായിട്ടുള്ള കളിയും കഴിഞ്ഞ് നേരെ ബ്യൂണസ് അയേഴ്സിലേക്ക് പറക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇന്ന് എത്തുമെന്നായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഡിസ്കംഫേർട്ട് കണ്ടെത്തുകയും അദ്ദേഹം കളിക്കുന്നില്ല, അഡക്ടർ ഇഞ്ചുറി കാരണം കളിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴുള്ള ചോദ്യം, മെസ്സി ഇല്ലാത്ത അർജൻറ്റീനയെ ഈ ബ്രസീൽ ടീം ഭയക്കേണ്ടതുണ്ടോ? നെയ്മർ ഇല്ല ബ്രസീലിൽ, നമുക്കറിയാം. പക്ഷേ നെയ്മർ ഇല്ലാതെ അവർ ഒരുപാട് ഇപ്പോൾ കളിച്ച് പരിചയിച്ചിട്ടുണ്ട്. പക്ഷേ മെസ്സി ഇല്ലാതെ അത്രയധികം അർജൻറ്റീന കളിച്ച് പരിചയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അർജൻറ്റീനയുടെ ടീമിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ലിയോ മെസ്സി തന്നെയാണ്. മെസ്സി ഉണ്ടാകുമ്പോൾ അർജൻറ്റീന ഒരു എക്സെപ്ഷണൽ ടീമാണ്. മെസ്സി ഇല്ലാത്തപ്പോൾ അർജൻറ്റീന പലപ്പോഴും ഒരു ആവറേജ് ടീം എന്ന നിലവാരത്തിലേക്ക് താഴ്ന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ബാക്കി കളിക്കാർ മോശക്കാരായതുകൊണ്ടല്ല, മെസ്സിയുടെ പ്രഭാവമാണ് ആ കാണിക്കുന്നത്. ഒരു ടീമിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോകാനുള്ള മികവ്, തൻ്റെ സഹതാരങ്ങളെ തൻ്റെ നിലവാരത്തിന് ഒപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവ്, അത് അപൂർവം ചില താരങ്ങൾക്ക് ലഭിക്കൂ. അത് ലഭിച്ച താരമാണ് ലിയോ മെസ്സി. അപ്പോൾ അദ്ദേഹമില്ലാതെ അർജൻറ്റീന ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ തന്ത്രങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാകും. ബ്രസീലിൻ്റെ ഭാഗത്താവട്ടെ നെയ്മർ ഇല്ലാത്തത് അവർക്ക് പരിചിതമായ കാര്യമാണ്. അവർക്ക് ഇപ്പോൾ ക്ലബ് ഫുട്ബോളിൽ മിന്നിക്കത്തി കളിക്കുന്ന സൂപ്പർ മുന്നേറ്റ നിരയുണ്ട്. ആ കാര്യത്തിൽ തർക്കമേ വേണ്ട. റാഫീഞ്ഞയും റോഡ്രിഗോയും വിനി ജൂനിയറും ഒക്കെ അടങ്ങുന്ന മുന്നേറ്റ നിര ലോക ഫുട്ബോളിൽ ഏത് ടീമിൻ്റെ ഡിഫൻസും കീറി മുറിക്കാൻ കെൽപ്പുള്ളവരാണ് അവർ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആരോപണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ക്ലബിന് വേണ്ടി കളിക്കുന്ന മികവ് അവർ ബ്രസീൽ ടീമിൽ ആവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും അർജൻറ്റീനയ്ക്ക് പണി കിട്ടും. എന്നാൽ അർജൻറ്റീനയുടെ ഭാഗത്ത് മെസ്സി ഇല്ലാത്തത് മാത്രമല്ല, മറ്റ് ചില പ്രധാനപ്പെട്ട താരങ്ങളുമില്ല. നമ്മൾ ഇന്നലെയൊക്കെ വീഡിയോയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ല, ലോ ചെൽസോ ഇല്ല, ഡിബാല ഇല്ല, മെസ്സി ഇല്ല. ഇതാണ് അവസ്ഥ. പരിക്കിൽ ഒരല്പം വലയുകയാണ് അർജൻറ്റീന. അപ്പോൾ ഈ ഘട്ടത്തിൽ ബ്രസീലിന് അർജൻറ്റീനയെ ഭയക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. നമ്മൾ നോക്കുകയാണ് എങ്ങനെയായിരിക്കും അർജൻറ്റീന ഇറങ്ങാൻ പോകുന്നത്. അർജൻറ്റീൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഗോൾ കീപ്പറായിട്ട് ഏതായാലും എമി മാർട്ടിനസ് തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. എമി ഫുള്ളി ഫിറ്റാണ്. എമി ആ ഗോൾ വലയത്തിന് മുന്നിൽ കാവൽ നിൽക്കും. അത് അത്ര ശുഭകരമല്ല ബ്രസീലിന്. അതോടൊപ്പം തന്നെ ഡിഫൻസിൽ ആരായിരിക്കും? സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ക്യൂട്ടി റൊമേറോയും നിക്കോളാസ് ഓട്ടാമെൻഡിയും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യൂട്ടി റൊമേറോ ആൻഡ് നിക്കോളാസ് ഓട്ടാമെൻഡി എന്ന് പറയുമ്പോൾ, ഓട്ടാമെൻഡി ഇപ്പോൾ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ക്യൂട്ടി റൊമേറോ പരിക്കിൽ നിന്ന് മുക്തനായി ഇങ്ങനെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നേരെ ഫസ്റ്റ് ലെവലിൽ ഇറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പിന്നെ ഒരു പാർശ്വങ്ങളിൽ നാഹുവൽ മൊളീനയും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അർജന്റീൻ മാധ്യമം നൽകുന്ന വിവരങ്ങളാണ്. മിഡ്ഫീൽഡിൽ റോഡ്രിഗോ ഡി ബോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ എന്നിവരെ പ്രതീക്ഷിക്കുന്നു. പിന്നെ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലിയോ മെസ്സി ഇല്ല എന്നുള്ളതാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ മെസ്സി ഇല്ലാത്ത ഒരു മുന്നേറ്റ നിര, അതിലാരൊക്കെയായിരിക്കും ഉണ്ടാവുക എന്ന് നോക്കുകയാണെങ്കിൽ ഹുലിയൻ ആൽവാരസ് തന്നെയാണ് പ്രധാനപ്പെട്ട റോള്. പിന്നെ നിക്കോ ഗോൺസാലസ്, ലൗറ്ററോ മാർട്ടിനസ്, ഇതായിരിക്കും അവരുടെ മുന്നേറ്റത്തിലുണ്ടാവുക. അപ്പോൾ മോശമല്ല ഈ ടീം, അതാണ് യാഥാർത്ഥ്യം. നോക്കുക, എമി മാർട്ടിനസ് ഇപ്പം ഇന്നും ഫോമിലാണ് ഗോൾ കീപ്പിങ്ങിലുള്ളത്. നാഹുൽ മൊളീന, ക്രിസ്റ്റ്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടാമെൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഡിഫൻസ്. പാർശ്വങ്ങളിലൂടെ ഒരു പക്ഷേ കുറച്ചധികം ആക്രമിച്ച് കയറാനുള്ള കപ്പാസിറ്റി ബ്രസീലിനുണ്ട്. വിനിയും റാഫീനിയും ഒക്കെ ചേരുമ്പോൾ അവരെ എങ്ങനെ ഈ ഫുൾ ബാക്കുമാർ തടയും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മധ്യനിരയിൽ റോഡ്രിഗോ ഡി ബോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. മുന്നേറ്റ നിരയിൽ നിക്കോളാസ് ഗോൺസാലസും ഹുലിയൻ ആൽവാരസും ലൗട്രോ മാർട്ടിനസും. ഒട്ടും മോശമല്ല ഈ ടീം. ബ്രസീൽ ഭയക്കേണ്ട താരങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് തീർച്ചയായിട്ടും ഹുലിയൻ ആൽവാരസ് ആണ്. മെസ്സി ഇല്ലെങ്കിൽ ആ റോളിൽ അദ്ദേഹം കൂടുതൽ മികവ് കാണിക്കേണ്ടിയിരിക്കുന്നു, ശരിയാണ്. പക്ഷേ ഹൂലിയൻ ആൽവാരസ്
ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിക്കുന്ന ഒരു കളിയുണ്ട്. അതുപോലെ അദ്ദേഹം പുനരവതരിപ്പിച്ചാൽ ബ്രസീലിന് പണി കിട്ടും. അതുപോലെ ലൗട്ടറോ ഗോളടിച്ചങ്ങ് തിമിർക്കുകയാണ്. ഈ 2 മുന്നേറ്റ നിര താരങ്ങൾ മെസ്സി ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടുതൽ മികവിലേക്ക് മാറിയാൽ ബ്രസീൽ ഭയക്കണം എന്നത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. പ്രത്യേകിച്ച് ബ്രസീലിൻ്റെ ഡിഫൻസിലൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെ ഡൊറിവാൾ ജൂനിയർ അറേഞ്ച് ചെയ്യും എന്നുള്ളത് നമുക്ക് പിന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. ഏതായാലും മെസ്സി ഇല്ല എന്നുള്ളത് ബ്രസീലിന് ആശ്വാസകരമാണ്. പക്ഷേ പൂർണ്ണമായിട്ടും അങ്ങ് ആശ്വസിക്കേണ്ടതില്ല. ഇപ്പോഴും ഈ അർജൻറ്റീനയെ ബ്രസീൽ ഭയക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.